ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ബയോട്ട് സവാർട്ട് ലോ ആയിരുന്നു. ബയോട്ട് സവാർട്ട് ലോ എന്താണെന്ന് ഓർക്കുന്നുണ്ടല്ലോ, ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ നിയർ ബൈ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്. അതായത് ഒരു കണ്ടക്ടർ നമ്മൾ എടുക്കുന്നു, ഒരു വയർ, ആ വയറിലൂടെ ഒരു ഇലക്ട്രിക് കറന്റ് ഫ്ലോ ചെയ്താൽ അതിന് ചുറ്റിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ നിയർ ബൈ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആയിരുന്നു ബയോട്ട് സവാർട്ട് ലോ പറഞ്ഞിരുന്നത്. That is dB is equal to mu 0 by 4 pi I dl sin theta by r square. Mu 0 by 4 pi I dl sin theta by r square. Hello, vector quantity ആണ് magnetic field. അപ്പോൾ നമുക്ക് വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ mu 0 by 4 pi I vector dl cross vector r divided by r cube. പിന്നെ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമ്മുടെ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ആണ് നൽകുന്നത്. അതായത് ക്രോസ് പ്രോഡക്റ്റ്, ഏത് ക്രോസ് പ്രോഡക്റ്റ് ആണെങ്കിലും ആ ക്രോസ് പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ, റിസൾട്ടന്റ് ഡയറക്ഷൻ കണ്ടുപിടിക്കുന്ന റൂളാണ് റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. അപ്പോൾ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിച്ചാണ് നമ്മൾ ഈ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചത്. അപ്പോൾ ബയോട്ട് സവാർട്ട് ലോ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ ഉപയോഗിച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചു. അതാണ് ഫസ്റ്റ് നമ്മൾ പഠിച്ചത്. അതിനുശേഷം നമ്മൾ പഠിച്ചത് ബയോട്ട് സവാർട്ട് ലോയുടെ ഒരു ആപ്ലിക്കേഷൻ ആയിരുന്നു ഒരു സർക്കുലർ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ അല്ലെങ്കിൽ ഒരു സർക്കുലർ ലൂപ്പ്. സർക്കുലർ കറന്റ് ലൂപ്പിന്റെ നിയർ ബൈ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ, ഒരു വലിയ ഇക്വേഷൻ ആണ് നമ്മൾ പഠിച്ചത്. mu 0 by 4 pi 2 pi capital R square I divided by x square plus r square all raised to 3 by 2. അതേപോലെ തന്നെ ഈ ഇക്വേഷന്റെ കേസ് 1 കേസ് 2 ആയിട്ട് നമുക്ക് അതിന്റെ സെൻട്രൽ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ പഠിച്ചു. അതുപോലെ വളരെ അകലെയുള്ള പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ പഠിച്ചു. ഈ സർക്കുലർ കറന്റ് ക്യാരിയിങ് ലൂപ്പിന്റെ സെൻട്രൽ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് ഇമ്പോർട്ടന്റ്. കേസ് 1 ആയിട്ട് നമ്മൾ പഠിച്ചത്, അത് പഠിച്ചു വെക്കുക. പിന്നീട് ഇതിന്റെ ഡയറക്ഷൻ, ഈ സർക്കുലർ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നമുക്ക് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ ആണ് നൽകുന്നത്. റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്നത് ഈ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. നമ്മളുടെ സർക്കുലർ ലൂപ്പിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ നമ്മൾ ഫിംഗേഴ്സിന്റെ ഡയറക്ഷൻ എടുക്കുകയാണെങ്കിൽ തമ്പിന്റെ ഡയറക്ഷൻ ആയിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നൽകുന്നത്. ഓക്കെ, പിന്നീട് ആംപിയർ സർക്യൂട്ടൽ തിയറം പഠിച്ചു. ആംപിയർ സർക്യൂട്ടൽ തിയറം ബയോട്ട് സവാർട്ട് ലോ പോലെ തന്നെ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ നിയർ ബൈ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ തന്നെയാണ് ആംപിയർ സർക്യൂട്ടൽ തിയറം നൽകുന്നത്. ആംപിയർ സർക്യൂട്ടൽ തിയറം ഇക്വേഷൻ ലൈൻ ഇന്റഗ്രൽ ക്ലോസ്ഡ് പാത്തിന്റെ ലൈൻ ഇന്റഗ്രൽ B dot dl is equal to mu 0 I. ഇതാണ് ആംപിയർ സർക്യൂട്ടൽ തിയറം. അതിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ പഠിച്ചത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ ക്യാരിയിങ് കറന്റ്. ഒരു ലോങ് സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ നിയർ ബൈ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ. ആ മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. B equal to mu 0 I by 2 pi r, അല്ലെങ്കിൽ അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് നമ്മൾ ഇങ്ങനെയും എഴുതിയിട്ടുണ്ട്, mu 0 by 4 pi 2 I by r. അതിന്റെ ഡയറക്ഷൻ നൽകുന്നത് എവിടെ നിന്നാണ്? അതിന്റെ ഡയറക്ഷൻ നൽകുന്നത് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. അപ്പം ഇത് മൂന്നാമത്തെ റൂളാണ്, റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂളിൽ എന്താ പറയുന്നത്? കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിനെ നമ്മൾ റൈറ്റ് ഹാൻഡിൽ പിടിക്കുകയാണ്. തമ്പ് കറണ്ടിന്റെ ഡയറക്ഷൻ നൽകുകയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആണ് ക്ലോസ്ഡ് ഫിംഗേഴ്സ് നമുക്ക് നൽകുന്നത്. ക്ലോസ്ഡ് ഫിംഗേഴ്സ് അല്ലെങ്കിൽ കേൾഡ് ഫിംഗേഴ്സ് ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നൽകുന്നത്. പിന്നീട് നമ്മൾ പഠിച്ചത് ലോറൻസ് ഫോഴ്സ് ആണ്. ലോറൻസ് ഫോഴ്സ് അതായത് ഒരു ചാർജ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യണം. ഒരു ചാർജ് മാഗ്നറ്റിക് ഫീൽഡിൽ മൂവ് ചെയ്യുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മൾ പഠിച്ചത് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിന്റെ നിയർ ബൈ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻസ് ആണ് പഠിച്ചത്. ഇനിയിപ്പോൾ നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ്, എക്സ്റ്റേണലി നമ്മളൊരു മാഗ്നറ്റിക് ഫീൽഡ് ബിൽഡ് ചെയ്യുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു ചാർജ് മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, അതിലെങ്ങനെയാണ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്? ചാർജ് മൂവ് ചെയ്യുമ്പോൾ അതിന് ചുറ്റിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ആ മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ എക്സ്റ്റേണലി ബിൽഡ് ചെയ്ത മാഗ്നറ്റിക് ഫീൽഡും തമ്മിൽ ഇന്ററാക്ട് ചെയ്താണ് എന്ത് മാഗ്നറ്റിക് രണ്ട് ഫീൽഡുകൾ തമ്മിൽ ഇന്ററാക്ട് ചെയ്താണ് അവിടെ ഒരു ഫോഴ്സ്
ആക്ട് ചെയ്യുന്നത്. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് F ഈസ് ഈക്വൽ ടു QVB സൈൻ തീറ്റ. F ഈസ് ഈക്വൽ ടു QVB സൈൻ തീറ്റ. വെക്ടർ ഫോമിൽ നമുക്ക് എങ്ങനെ എഴുതാം? F ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B. F ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B. ഇവിടെയും ക്രോസ് പ്രോഡക്റ്റ് ആണ്. ഈ ക്രോസ് പ്രോഡക്റ്റിന്റെ ഡയറക്ഷൻ, അതായത് ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് സ്ക്രൂ റൂൾ ഉപയോഗിച്ച്, നമ്മൾ നേരത്തെ പഠിച്ച സ്ക്രൂ റൂൾ ഉപയോഗിച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ എഴുതിയിരിക്കുന്നത് F ഈസ് ഈക്വൽ ടു Q ഇൻറ്റു E പ്ലസ് V ക്രോസ് B, വെക്ടർ V ക്രോസ് B. അതായത് ഇലക്ട്രിക് ഫോഴ്സും അതേപോലെ തന്നെ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സും കൂടെ കമ്പൈൻ ചെയ്താണ് നമ്മൾ ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിച്ച ടോപ്പിക്കുകൾ. ഇനി നമുക്ക് അടുത്തത് പഠിക്കാൻ പോകുന്നത് ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. ഫോഴ്സ് ഓൺ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, എക്സ്റ്റേണലി നമ്മൾ ബിൽഡ് ചെയ്ത ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അങ്ങനെയുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ എന്ത് വെക്കുന്നു? ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ് ചെയ്യുന്നു. ഓക്കെ, കൺസിഡർ എ കണ്ടക്ടർ ഓഫ് ലെങ്ത് L carrying current I ampere placed in a magnetic field B. Consider a conductor of length L. കണ്ടോ, ഇവിടെ പിക്ചറിൽ കണ്ടല്ലോ ഒരു കണ്ടക്ടർ, അതിൻ്റെ ലെങ്ത് L ആണ്. അതിലൂടെ I ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. അത് എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് വെക്കുന്നത്. ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് വെക്കുന്നത്. ഈ കണ്ടക്ടറിലൂടെയുള്ള കറണ്ടിന്റെ ഇക്വേഷൻ, നമുക്ക് ഇങ്ങനെ എഴുതാം: I ഈസ് ഈക്വൽ ടു NEAVD. ഈ ഇക്വേഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ചാപ്റ്റർ 3 നമ്മൾ പഠിച്ചതാണ്. കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചതാണ്. I ഈസ് ഈക്വൽ ടു NEAVD. ഇതിലെ ടേംസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം. N എന്ന് പറഞ്ഞാൽ എന്താണ്? N എന്ന് പറയുന്നത് ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി. ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി സ്മോൾ n എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം. ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ആണ് ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി. അതായത് യൂണിറ്റ് വോളിയത്തിൽ എന്തുമാത്രം ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ട് എന്നുള്ളതാണ് ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി പറയുന്നത്. E എന്ന് പറയുന്ന അറിയാം, ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ. A എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഈ വയറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. VD എന്ന് പറയുന്നത് എന്താണ്? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഓക്കെ, ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താണെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കേസാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിന്റെ ടേംസ്. അപ്പോൾ ഈ ഇക്വേഷൻ നമ്മൾ നേരത്തെ പഠിച്ചാണ്. അപ്പോൾ ഈ കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഇക്വേഷൻ ആണ് I ഈസ് ഈക്വൽ ടു NEAVD. ഇനി കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ഈ കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോഴാണ് കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് മൂവ് ചെയ്യുമ്പോൾ അതിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എത്ര? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം, F ഈസ് ഈക്വൽ ടു Q ഇൻറ്റു V ക്രോസ് B. ഒരു ഇലക്ട്രോണിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഈ കണ്ടക്ടറിലൂടെ ധാരാളം ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട്. അതിൽ ഒരു ഇലക്ട്രോണിനെ മാത്രം എടുക്കുകയാണെങ്കിൽ ആ ഇലക്ട്രോണിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്ക് സ്മോൾ f ഈസ് ഈക്വൽ ടു ചാർജ് ഓഫ് ദി ഇലക്ട്രോൺ E ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. E ഇൻറ്റു വെലോസിറ്റി ഓഫ് ദി ഇലക്ട്രോൺ. ഒരു കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺ മൂവ് ചെയ്യുന്ന വെലോസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ ഡ്രിഫ്റ്റ് വെലോസിറ്റിയാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് വെലോസിറ്റിക്ക് വരാൻ ഡ്രിഫ്റ്റ് വെലോസിറ്റി എഴുതാം. ക്രോസ് B നമ്മൾ എക്സ്റ്റേണലി അപ്ലൈ ചെയ്ത മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഈ കണ്ടക്ടറിലൂടെ ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നുണ്ട്, അപ്പോഴാണ് ഇലക്ട്രിക് കറണ്ട് ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ഒരു ഇലക്ട്രോണിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് ഇങ്ങനെ എഴുതാം: സ്മോൾ f ഈസ് ഈക്വൽ ടു E ഇൻറ്റു VD ക്രോസ് B എന്ന് എഴുതാം. ഓക്കെ, നോട്ട് ചെയ്തോളൂ. ഓക്കെ, ഇനി ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ്
in this conductor. What is the total number of free electrons in this conductor? ഈ കണ്ടക്ടറിലുള്ള ആകെ എത്ര ഒരു ഇലക്ട്രോണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ലോറൻസ് ഫോഴ്സ് നമ്മൾ കണ്ടുപിടിച്ചു. നമുക്ക് ഇനി അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് ഈ കണ്ടക്ടറിൽ ആകെ എത്ര ഇലക്ട്രോൺസ് ഉണ്ട്. എത്ര ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ എല്ലാ ഇലക്ട്രോണിലും ആക്ട് ചെയ്യുന്ന ടോട്ടൽ ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പം ഈ കണ്ടക്ടറിൽ ടോട്ടൽ എത്ര ഇലക്ട്രോണുകൾ ഉണ്ട്. നമുക്ക് ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫ്രീ ഇലക്ട്രോൺ ഡെൻസിറ്റി സ്മോൾ n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഡിവൈഡ് ബൈ ടോട്ടൽ വോളിയം ആണ്. ഓക്കെ, അപ്പോൾ ഈ കണ്ടക്ടറിന്റെ ടോട്ടൽ വോളിയം എത്രയാണ്? ഈ കണ്ടക്ടറിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എ ആണ്, അതിന്റെ ലെങ്ത് എൽ ആണ്. അതുകൊണ്ട് വോളിയം എന്ന് പറയുന്നത് എ ഇൻറ്റു എൽ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ എൻ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസിന്റെ ഇക്വേഷൻ എഴുതാം. ക്യാപിറ്റൽ എൻ ഈസ് ഈക്വൽ ടു സ്മോൾ n ഇൻറ്റു എ ഇൻറ്റു എൽ എന്ന് എഴുതാം. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇൻ ദിസ് എലമെന്റ് ഇൻ ദിസ് കണ്ടക്ടർ ഈസ് എൻ എ എൽ. ഒരു ഇലക്ട്രോണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത്രയും ഇലക്ട്രോൺസ് NaL ഇലക്ട്രോൺസിൽ എത്ര ഫോഴ്സ് ആക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം. ബട്ട് ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഈസ് Fm എന്ന് എടുക്കുകയാണ്, ക്യാപിറ്റൽ Fm എന്ന് എടുക്കുകയാണ്. ദാറ്റ് ഈസ് NaL ഇൻറ്റു എഫ്. NaL ഇൻറ്റു എഫ്. ഇനി എഫിൻ്റെ വാല്യൂ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സ്മോൾ എഫിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രോണിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഞാൻ ഇവിടെ സ്മോൾ എഫ് ആയിട്ടും ടോട്ടൽ കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ടോട്ടൽ ലോറൻസ് ഫോഴ്സ് ഞാൻ Fm എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഫോഴ്സിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് M. അതുകൊണ്ട് Fm ഈസ് ഈക്വൽ ടു NaL എഫ് എന്ന് എഴുതാം. ഇനി നമുക്ക് എഫിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എഫിൻ്റെ വാല്യൂ എന്തായിരുന്നു? ഇ ഇൻറ്റു വി ഡി ക്രോസ് ബി എന്നാണ് നമ്മൾ പഠിച്ചത്. ഇ ഇൻറ്റു വി ഡി ക്രോസ് ബി എന്നാണ് നമ്മൾ പഠിച്ചത്. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനിയും വി ഡി ബ്രാക്കറ്റിനെ മുകളിലോട്ട് എടുത്തു. മറ്റൊരു വെക്ടറായ എൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലേക്ക് ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഇങ്ങനെ കിട്ടി. NeA VD L ക്രോസ് ബി എന്ന് എഴുതാം. NeA VD L ക്രോസ് ബി. NeA VD എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? NeA VD എന്ന് പറയുന്നത് ഇലക്ട്രിക് കറണ്ട് ആണ്, I ആണ്. അതുകൊണ്ട് അതിന് പകരം നമുക്ക് I എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടി. Fm ഈസ് ഈക്വൽ ടു I ഇൻറ്റു L ക്രോസ് ബി. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വെക്കുകയാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ ആണ് F ഈസ് ഈക്വൽ ടു I ഇൻറ്റു L ക്രോസ് ബി. F ഈസ് ഈക്വൽ ടു I ഇൻറ്റു L ക്രോസ് ബി. ഓക്കെ, എഴുതുക. ഇപ്പോൾ വെക്ടർ ഫോമിൽ ഇതും വെക്ടറാണ്, ഫോഴ്സും വെക്ടറാണ്. ഇവിടെ ഒരു വെക്ടർ സൈൻ വിടാം. ഇനിയും ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ട് നമുക്ക് എങ്ങനെ എഴുതാനൊക്കും? ആർക്ക് പറയാം? വെക്ടർ ഫോമിൽ അല്ലാതെ ഇതിനെ എങ്ങനെ എഴുതാം? ഫോഴ്സിൻ്റെ ഇക്വേഷൻ വെക്ടർ ഫോമിൽ എഴുതിയിട്ടുണ്ട്. അത് വെക്ടർ ഫോമിൽ അല്ലാതെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ എക്സ്പാൻഡ് ചെയ്ത് എങ്ങനെ എഴുതാം? മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ട്. യെസ്, ഗുഡ്. നമുക്ക് എങ്ങനെ എഴുതാം? Fm ഈസ് ഈക്വൽ ടു ILB സൈൻ തീറ്റ. നമുക്കറിയാം ക്രോസ് പ്രോഡക്റ്റ് ആണെങ്കിൽ, ക്രോസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സൈൻ ആണ് അല്ലേ, സൈൻ തീറ്റ എന്നും, ഡോട്ട് ആണെങ്കിൽ നമ്മൾ കോസ് തീറ്റ എന്നുമാണ് എഴുതുന്നത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, മാഗ്നിറ്റ്യൂഡ് മാത്രമായിട്ട് എഴുതുമ്പോൾ. അപ്പോൾ ഇവിടെ ക്രോസ് പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എഴുതുമ്പോൾ Fm ഈസ് ഈക്വൽ ടു ILB സൈൻ തീറ്റ എന്ന് എഴുതാം. എന്താണ് തീറ്റ? വാട്ട് ഈസ് തീറ്റ ഹിയർ? What is theta here? Theta is the angle between this vector and this vector. അപ്പോൾ ഇവിടെ ഏതൊക്കെ വെക്ടറുകൾ തമ്മിലുള്ള ആംഗിൾ ആണ് തീറ്റ? ലെങ്ത്, കണ്ടക്ടറിൻ്റെ ലെങ്തിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള ആംഗിളാണ്. അപ്പോൾ ലെങ്ത് നമുക്ക് കറണ്ടിൻ്റെ ഡയറക്ഷനാണ് നമ്മൾ ലെങ്ത് എടുത്തിരിക്കുന്നത്. മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനാണ്. അതുകൊണ്ട് ലെങ്തും മാഗ്നറ്റിക് ഫീൽഡും തമ്മിലുള്ള
ആംഗിൾ ആണ് തീറ്റ. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് മാത്രം, കറണ്ടിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം നമുക്ക് എങ്ങനെ എഴുതാം? F is equal to ILB sin theta. F is equal to ILB sin theta. ഇനി ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ, the direction of force is perpendicular to the plane containing L and B, and it is determined by Fleming's left hand rule. അപ്പോൾ പുതിയൊരു റൂളും കൂടെ വരികയാണ്. ഈ റൂളിലെല്ലാം കൂടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ റൂളും പറയുക. നമ്മൾ നേരത്തെ പഠിച്ച 3 റൂളും ഞാൻ ആദ്യം അതുകൊണ്ടാണ് പറഞ്ഞത്, ഒന്നുകൂടെ റിവൈസ് ചെയ്തത്. അതുകൊണ്ടാണ് എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകാതിരിക്കാൻ വേണ്ടിയാണ് അത് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്തത്. അപ്പോൾ അടുത്ത 4ാമത്തെ റൂളാണ് നമ്മൾ പഠിക്കുന്നത്. ഇത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്താ പറയുന്നത്? എന്ത് ആണ് കണ്ടുപിടിക്കുന്നത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ ആണ് നമുക്ക് നൽകുന്നത്. ഫോഴ്സിന്റെ ഡയറക്ഷൻ, ഏത് ഫോഴ്സിന്റെ ഡയറക്ഷൻ? When a current carrying conductor is placed in a magnetic field, it will experience a force, and the direction of the force is given by Fleming's left hand rule. എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ എന്ന് നമുക്ക് നോക്കാം. Hold the forefinger, middle finger and thumb. Forefinger, middle finger and thumb of the left hand in mutually perpendicular directions, such that the forefinger is in the direction of magnetic field, the middle finger that of the current, then the thumb indicates the direction of force. By left hand inde 3 fingers മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഈ പിക്ചറിൽ കാണിക്കുന്നത് പോലെ വെക്കുകയാണെങ്കിൽ ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നൽകും, മിഡിൽ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷൻ ആണ് നൽകുന്നതെങ്കിൽ നമുക്ക് തമ്പിന്റെ ഡയറക്ഷൻ ആണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ നൽകുന്നത്. അപ്പോൾ ഈ ഓർഡർ നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ മതി. എഫ് ബി ഐ എന്ന് പറയുന്ന ഓർഡർ അങ്ങ് പഠിച്ചു വെച്ചാൽ മതി. FBI. ഓക്കെ, അപ്പം FBI എന്ന് പറയുന്ന ഓർഡർ പഠിച്ചു വെക്കുകയാണെങ്കിൽ അത് തമ്പ്, ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ, ആ ഓർഡറിൽ അങ്ങ് പഠിച്ചു വെക്കുക. അപ്പം ഇതാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. അപ്പോൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ gives the direction of force. Which force? The force acting on a current carrying conductor placed in a magnetic field. ഇതാണ് 4ാമത്തെ റൂൾ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ക്ലിയർ ആയോ? ഇനി അതിന്റെ സ്പെഷ്യൽ കേസസ് ആണ്. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് തീറ്റ 0 അല്ല എങ്കിൽ 180 ഡിഗ്രി. തീറ്റ 0 എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ് വരച്ചത്. ഇതാണ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, ഇതായിരുന്നു തീറ്റ. തീറ്റ 0 ആകണമെന്നുണ്ടെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷനിൽ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ വെച്ചു. മാഗ്നറ്റിക് ഫീൽഡ് അതേ ഡയറക്ഷൻ, ഇതാണ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ എന്നുണ്ടെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 0 ആകും അല്ലേ? തീറ്റ എന്ന് പറയുന്നത് 0 ആകും. അല്ലെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്കുകയാണെങ്കിൽ, കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ തീറ്റ എന്ന് പറയുന്നത് 180 ഡിഗ്രി ആകും. ഇപ്പൊ ഈ രണ്ട് കേസിലും ഈ ഇക്വേഷൻ, ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഫോഴ്സിന്റെ ഇക്വേഷൻ 0 ആയിട്ട് മാറും. കാരണം സൈൻ 0 ആണ്, അല്ലെങ്കിൽ സൈൻ 180 0 ആയത് കാരണം ഫോഴ്സ് 0 ആണ്. അതായത് ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യത്തില്ല. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിന്റെ അതേ ഡയറക്ഷൻ നമ്മൾ പ്ലേസ് ചെയ്താൽ അതിൽ ഫോഴ്സ് ഒന്നും ആക്ട് ചെയ്യത്തില്ല. ഇറ്റ് മീൻസ് current carrying conductor experiences no force when placed parallel or anti-parallel to the direction of magnetic field. Second case theta 90 degree, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നു, അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ കറന്റ് ഫ്ലോ ചെയ്യുന്നു, ലെങ്ത് അതിന് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ. അപ്പോൾ ഈ ആംഗിൾ 90 ഡിഗ്രിയാണ്. ആ കേസിൽ തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആകുമ്പോൾ ഈ ഇക്വേഷനിൽ എങ്ങനെ എഴുതാം? FM is equal to ILB. അതായത്
It means a current carrying conductor placed at right angle to the uniform magnetic field experiences maximum force. It will experience maximum force. ഇതാണ് രണ്ട് കേസസ്. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമ്മൾ പഠിച്ചത് എന്തൊക്കെയാണെന്ന്. Force on a current carrying conductor placed in a magnetic field. Force on a current carrying conductor placed in a magnetic field. അതിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരുന്നു? F is equal to ILB sin theta. Fm is equal to ILB sin theta. അല്ലെങ്കിൽ F is equal to ILB sin theta. ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ഡയറക്ഷൻ കണ്ടുപിടിക്കുന്നത് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ആണ്. ഓക്കെ, അതിന്റെ രണ്ട് കേസസും പഠിച്ചു. എപ്പോഴാണ് ഫോഴ്സ് മാക്സിമം ആകുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വെച്ച് കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഫോഴ്സ് മാക്സിമം. ഓക്കെ, NCERT exercise 4.5 നോട്ട് ചെയ്യുക. What is the magnitude of force per unit length? Magnitude of magnetic force per unit length on a wire carrying current of 8 ampere and making an angle 30 degree with the direction of uniform magnetic field 0.15 Tesla. അപ്പം എന്താ ഇവിടെ ഒരു യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ബി നൽകിയിട്ടുണ്ട്. ബി തന്നിട്ടുണ്ട് 0.15 ടെസ്ല. ആ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മളൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വെക്കുകയാണ്. ആ കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് ഐ എന്ന് പറയുന്നത് 8 ആംപിയർ ആണ്. ഇവിടെ കണ്ടക്ടറിന്റെ ലെങ്തും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും തമ്മിലുള്ള ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് ഫോഴ്സ്, മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. ടോട്ടൽ മാഗ്നറ്റിക് ഫോഴ്സ് അല്ല ചോദിച്ചിരിക്കുന്നത്. ടോട്ടൽ മാഗ്നറ്റിക് ഫോഴ്സ് അല്ല ചോദിച്ചിരിക്കുന്നത്, പകരം മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പം ടോട്ടൽ മാഗ്നറ്റിക് ഫോഴ്സിനെ നമ്മൾ ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്ത വാല്യൂ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം. നമ്മളിപ്പോൾ പഠിച്ച ഇക്വേഷൻ ആണ് Fm is equal to ILB sin theta. ഇത് ടോട്ടൽ ഫോഴ്സ് ആണ്. ടോട്ടൽ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ടിങ് ഓൺ ദി കണ്ടക്ടർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? മാഗ്നറ്റിക് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് ലെങ്ത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എഴുതാം IB sin theta എന്ന്. അപ്പം എല്ലും എല്ലും ക്യാൻസൽ ആയി പോകുന്നതുകൊണ്ടാണ് എല്ലും എല്ലും ഈ എല്ലും ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് IB sin theta എന്ന് തന്നിട്ടുണ്ടല്ലോ. I തന്നിട്ടുണ്ട്, B തന്നിട്ടുണ്ട്, തീറ്റയുടെ വാല്യൂ അറിയാം. എത്ര കിട്ടുമെന്ന് നോക്കിക്കേ. ഇതിലിട്ടും ആൻസർ ഇട്ട് ഒരു ചാറ്റ് ബോക്സിലിട്ടെ. ഓക്കെ, കറക്റ്റ്. ഓക്കെ, കറക്റ്റ് റേച്ചൽ. യെസ് നോറ. യൂണിറ്റ് എന്തുവാ? യൂണിറ്റ് എന്തുവാ? എൻ്റെ
നമുക്ക് ഫോഴ്സ് ആണ് കണ്ടുപിടിച്ചേക്കുന്നത് അല്ലേ? ഫോഴ്സിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. എന്നാൽ ഇവിടെ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് കേട്ടോ യൂണിറ്റ്. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആയതുകൊണ്ടാണ് ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, നെക്സ്റ്റ് എൻസിആർടിയിലെ സോൾഡ് ക്വസ്റ്റ്യൻ ആണ് 4.1. A straight wire of mass 200 gram and length 1.5 meter carries a current of 2 ampere. It is suspended in mid-air by a uniform horizontal magnetic field B. What is the magnitude of magnetic field? What is the magnitude of magnetic field? എന്താണ് ഒരു ക്വസ്റ്റ്യൻ പറയുന്നത്? A straight wire of mass 200 gram. അപ്പോൾ ഒരു വയർ ഉണ്ട്, ഒരു സ്ട്രെയിറ്റ് വയർ. ഇതാണ് ആ വയർ. ആ വയറിന്റെ മാസ് തന്നിട്ടുണ്ട് 200 ഗ്രാം. അതിനെ കിലോഗ്രാമിലോട്ട് മാറ്റിയേക്കണം. And length 1.5 meter. It carries a current I is equal to 2 ampere. Okay. It is suspended in mid-air by a uniform horizontal magnetic field B. അപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ഈ സ്പേസിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നുണ്ട്. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇവർ നൽകിയിട്ടുണ്ട്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഈ പിക്ചറിൽ നൽകിയിരിക്കുന്നത്. ഇതേപോലെ ഒരു ക്രോസ് സൈൻ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക? ക്രോസ് സൈൻ ആണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലായിരിക്കും ആക്ട് ചെയ്യുക? ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഏത് ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യുന്നത്? Sean, what is the direction of magnetic field here? പിക്ചറിൽ നോക്കി പറയാമല്ലോ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഏതാണെന്ന്. ഓക്കെ ഷോൺ, ടൈപ്പ് ചെയ്യാമോ? അറിയാമെങ്കിൽ ടൈപ്പ് ചെയ്യൂ. രാഹുൽ, what is the direction of magnetic field? Rachel, perpendicular to the current. Perpendicular? അല്ല, ഈ പിക്ചർ നോക്കി പറഞ്ഞാൽ മതി. ഈ പിക്ചറിൽ അത് അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ. പിക്ചർ നോക്കിയിട്ട് എങ്ങോട്ടാന്ന് പറഞ്ഞാൽ മതി. കറണ്ടിന്റെ ഡയറക്ഷൻ ഒന്നും നമ്മളിപ്പോൾ നോക്കണ്ട, നമുക്ക് പിന്നീട് നോക്കാം. പിക്ചറിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എങ്ങനെയാ കാണിക്കുക? ക്രോസ് സൈൻ വന്നു കഴിഞ്ഞാൽ, യെസ് നീയ കറക്റ്റ് ആണ്. ക്രോസ് സൈൻ വന്നു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് നമ്മളുടെ പേപ്പറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻവേർഡ് ആയിട്ട് ആക്ട് ചെയ്യും. നമ്മുടെ പേപ്പറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഇൻവേർഡ് ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് ഈ ക്രോസ് സൈൻ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ഡോട്ട് സൈൻ ആണ് കാണിച്ചിരിക്കുന്നതെങ്കിലോ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ പേപ്പറിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഔട്ട്വേർഡ് ആണ് ആക്ട് ചെയ്യുക. മറന്നുപോയിരുന്നു, നിങ്ങൾ ഓർമ്മ ഉണ്ടാകുന്ന ഇത് ഞാൻ ചോദിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇൻവേർഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇൻവേർഡ് ആണ്. ഇവിടെ കറന്റ് ഫ്ലോ ചെയ്യുന്നത് ഇങ്ങോട്ടാണ്. അതായത് എല്ലിന്റെ ഡയറക്ഷൻ, ലെങ്ത്തിന്റെ ഡയറക്ഷൻ ഈ ഡയറക്ഷൻ ആണ് ലെങ്ത്തിന്റെ ഡയറക്ഷൻ.
ഇപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇരിക്കുന്നു. അപ്പോൾ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചത്, ILB sin θ. F is equal to ILB sin θ തൊട്ട് മുമ്പ് പഠിച്ചു. ഇനി ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും നിങ്ങൾക്ക് പറയാമോ? എങ്ങോട്ടായിരിക്കും ഫോഴ്സിന്റെ ഡയറക്ഷൻ? ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? ഏത് റൂൾ അപ്ലൈ ചെയ്യേണ്ടത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. നമ്മളിപ്പോൾ പഠിച്ച ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പൊ അതിന്റെ ഫോഴ്സിന്റെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും നോക്കിക്കേ. 4 ഫിംഗറിന്റെ ഡയറക്ഷനിൽ നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എടുക്കുക. 4 ഫിംഗർ കറണ്ട് അല്ലെങ്കിൽ ലെങ്ത്തിന്റെ ഡയറക്ഷൻ മിഡിൽ ഫിംഗറിന്റെ ഡയറക്ഷൻ കൊടുക്കുക. അപ്പോൾ തമ്പിന്റെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും. തമ്പിന്റെ ഡയറക്ഷൻ എങ്ങോട്ടായിരിക്കും? അപ്പ് സൈഡ് ആയിരിക്കും. നിങ്ങൾ അതിനൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ലെഫ്റ്റ് ഹാൻഡ് എടുത്തൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ന്യൂമറിക്കൽ വരുമ്പോൾ അത് നമുക്ക് അറിയണം. അപ്പോൾ അപ്പ് സൈഡ് ആണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ അപ്പ് സൈഡ് ആയിരിക്കും. അപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ വെച്ചിരിക്കുന്നു. ഈ ഡയറക്ഷൻസ് ആണ് വരുന്നതെങ്കിൽ ഫോഴ്സിന്റെ ഡയറക്ഷൻ അപ്പ് സൈഡ് ആണ്. ഓക്കെ, ഇപ്പൊ മുകളിലോട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. ഇതിന് നേരെ താഴേക്ക് എന്ത് ഫോഴ്സ് ആക്ട് ചെയ്യും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നേരെ താഴെ mg എന്ന് പറയുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നേരെ താഴേക്ക് ആക്ട് ചെയ്യും. അപ്പോൾ ഈ കണ്ടക്ടറിൽ രണ്ട് ഫോഴ്സ് ഉണ്ട്. ഒരു ഫോഴ്സ് മുകളിലോട്ട് ആക്ട് ചെയ്യും, ഒരു ഫോഴ്സ് താഴേക്ക് ആക്ട് ചെയ്യും. ഈ കണ്ടക്ടർ എങ്ങനെയാണ് വെച്ചിരിക്കുന്നത്? ഇത് സസ്പെൻഡഡ് ഇൻ ദ മിഡ് എയർ, അതായത് എയറിൽ നിർത്തിയേക്കാണ്. ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എയറിൽ നിൽക്കുകയാണ്, എങ്ങും തൂക്കിയൊന്നും വിട്ടിട്ടില്ല, എയറിൽ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ്? ഒരു ഫോഴ്സ് മുകളിലോട്ടും ഒരു ഫോഴ്സ് താഴേക്കും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പം മുകളിലേക്കുള്ള ഫോഴ്സിന് ഈക്വൽ ആണ് എന്ത്? താഴേക്കുള്ള ഫോഴ്സ്. അതുകൊണ്ടാണ് അത് മിഡ് എയറിൽ അത് ബാലൻസ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, നമുക്കിനിയും ഇതിൻ്റെ ന്യൂമറിക്കൽസ് സ്റ്റെപ്സ് എഴുതാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാഗ്നറ്റിക് ഫീൽഡിന്റെ വാല്യൂ ആണ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന്റെ ലോജിക്ക് ഇത്രയാണ്. ഇതാണ്, ഈ രീതിയിലാണ് നമ്മൾ അതിനെ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ ആദ്യം എഴുതാം. മാസ് ഓഫ് ദ വയർ തന്നിട്ടുണ്ട് 200 grams. അപ്പോൾ അതിനെ കിലോഗ്രാം ആക്കണം. 200 × 10⁻³ കിലോഗ്രാം. 200 × 10⁻³ കിലോഗ്രാം. ലെങ്ത് ഓഫ് ദ വയർ തന്നിട്ടുണ്ട് 1.5 മീറ്റർ. കറന്റ് തന്നിട്ടുണ്ട് 2 ആംപിയർ. മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കണം. നമുക്ക് ഇക്വേഷൻ അറിയാം. ഇവിടെ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് എഴുതാം. F is equal to ILB sin θ. What is the value of theta? ലെങ്തും എല്ലും ബിയും തമ്മിലുള്ള ആംഗിൾ, എല്ലും ബിയും തമ്മിലുള്ള ആംഗിൾ അത് പെർപെൻഡിക്കുലർ ആണ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നത് ഇവിടെ 90 ഡിഗ്രി ആണ്. അതുകൊണ്ട് ഇവിടുത്തെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് ILB ആണ്. F is equal to ILB. ഓക്കെ, എഴുതിയല്ലോ. ഇവിടെ ഇത് മിഡ് എയറിൽ സസ്പെൻഡ് ചെയ്ത് കിടക്കുകയാണ്. മിഡ് എയറിൽ ഇങ്ങനെ പൊങ്ങി ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണ്. അപ്പൊ താഴേക്കുള്ള ഫോഴ്സും മുകളിലേക്കുള്ള ഫോഴ്സും സെയിം ആയിരിക്കും. അപ്പൊ മുകളിലേക്കുള്ള ഫോഴ്സ് ആണ് ILB, താഴേക്കുള്ള ഫോഴ്സിന് അത് ഈക്വൽ ആയിരിക്കണം. താഴേക്കുള്ള ഫോഴ്സ് എന്താണ്? താഴേക്കുള്ള ഫോഴ്സ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയ mg ആണ്. അതുകൊണ്ട് ഇത് എന്തിന് ഈക്വൽ ആയിരിക്കണം? mgക്ക് ഈക്വൽ ആയിരിക്കണം. In the position of suspension, ILB is equal to mg. അതിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ എഴുതാം. B is equal to mg divided by I into L. എത്ര കിട്ടും നോക്കിക്കേ.
എത്ര കിട്ടും? മൈക്കൊക്കെ കംപ്ലൈൻ്റ് ആയിട്ടിരിക്കുന്നവരുടെ മൈക്കൊക്കെ എത്രയും പെട്ടെന്ന് ശരിയാക്കുക. ക്യാമറയോ വർക്ക് ചെയ്യുന്നില്ല. അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ സൗണ്ടെങ്കിലും ഒന്ന് കേൾക്കട്ടെ. നിങ്ങളുടെ ഒരു റെസ്പോൺസ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ എനിക്ക് ക്ലാസ് എടുക്കാനൊക്കെ ഉള്ളൂ. എത്ര കിട്ടി? യെസ്, അക്ഷയശ്രീക്ക് ആൻസർ ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് 0.65 ടെസ്ല മാഗ്നറ്റിക് ഫീൽഡ്. ദ വാല്യൂ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് ഈസ് 0.65 ടെസ്ല. ഓക്കെ, ശരിയാണ്. ഷോൺ റൈറ്റ് ആണ്. ഓക്കെ, അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ സ്ട്രെയിറ്റ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. അപ്പം ഹെഡിങ് മനസ്സിലായല്ലോ. രണ്ട് സ്ട്രെയിറ്റ് കണ്ടക്ടർ ഇരിക്കുന്നു. രണ്ട് സ്ട്രെയിറ്റ് കണ്ടക്ടർ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. സിയും ഡിയും എന്ന് പറയുന്ന രീതിയിലുള്ള രണ്ട് സ്ട്രെയിറ്റ് കണ്ടക്ടറാണ്. അതിലൂടെ കറണ്ട് ഒഴുകുന്നുണ്ട്. സിയിലൂടെ I1 കറണ്ടും ഡിയിലൂടെ I2 കറണ്ടും ഒഴുകുന്നുണ്ട്. ഇവിടെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്. ആ ഫോഴ്സിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. കൺസിഡർ ടു ലോങ് പാരലൽ വയേഴ്സ് C and D carrying currents I1 and I2 respectively in same direction. The currents I1 and I2 are flowing in same direction. These wires are separated by a distance D. The two wires are separated by a distance D. Picture il kaanichittundu. Idu thammilulla separation D aanu. ഇവിടെ ആദ്യം നമുക്ക് ഇനി പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കുക. ആദ്യം ഞാൻ സി എന്ന് പറയുന്ന ഈ കണ്ടക്ടർ എടുക്കുകയാണ്. സി എന്ന് പറയുന്ന ഈ കണ്ടക്ടർ. ഈ കണ്ടക്ടറിലൂടെ I1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് ചുറ്റിനും എന്തുണ്ടാവും? ഈ സി എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ I1 കറണ്ട് ഒഴുകിയാൽ അതിന് ചുറ്റിനും എന്തുണ്ടാവും? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ കണ്ടക്ടറിലൂടെ I1 കറണ്ട് ഒഴുകുമ്പോൾ അതിന് ചുറ്റിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് എന്തിരിക്കുന്നത്? ഡി എന്ന് പറയുന്ന കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഇരിക്കുന്നത്. നമ്മളിപ്പോൾ പഠിച്ചു നിർത്തിയതേ ഉള്ളൂ. ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യുമെന്ന് നമ്മൾ പഠിച്ചു വെച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ ഡി എന്ന് പറയുന്ന കണ്ടക്ടറിൽ, കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, ഇനി നേരെ റിവേഴ്സ് പ്രോസസ്സ് നോക്കി, അല്ലെങ്കിൽ റിവേഴ്സ് കേസ് ഒന്ന് നോക്കിക്കേ. ഡി എന്ന് പറയുന്ന കണ്ടക്ടർ ആദ്യം എടുക്കുക. ഡി എന്ന് പറയുന്ന കണ്ടക്ടർ എടുക്കുക. ഡി എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ ഒരു കറണ്ട് ഒഴുകുന്നുണ്ട്. I2 എന്ന് പറയുന്ന കറണ്ട് ഒഴുകുന്നുണ്ട്. അപ്പോൾ അതിന് ചുറ്റിനും എന്തുണ്ടാവും? അതിന് ചുറ്റിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് എന്തിരിക്കുന്നത്? സി എന്ന് പറയുന്ന മറ്റൊരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. അപ്പോൾ അതിൽ എന്ത് ആക്ട് ചെയ്യും? അതിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ഓക്കെ, ഈ ഫോഴ്സിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, നൗ ഈച്ച് കണ്ടക്ടർ ഈസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഓഫ് അതർ ആൻഡ് എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. എക്സ്പീരിയൻസസ് എ ഫോഴ്സ്. നമുക്ക് ആദ്യം the magnetic field at the point on D due to the current I1. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് സി എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ
I1 എന്ന് പറയുന്ന കറണ്ട് ഫ്ലോ ചെയ്യുന്നു. അതുമൂലം അതിന് ചുറ്റിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. സി എന്ന് പറയുന്ന കണ്ടക്ടറിൽ നിന്നും ഡി അകലത്തിലുള്ള പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആണ് നമ്മൾ എഴുതുന്നത്. ആ ഇക്വേഷൻ നമ്മൾ ആംപിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷനിൽ പഠിച്ചതാണ്. ആംപിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ഓർക്കുന്നുണ്ടല്ലോ. അവിടെ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്ന് പറയുന്നത് B is equal to μ0/4π 2I/R എന്നാണ്. അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ I1 എന്ന് പറയുന്ന കറണ്ട് ആണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് 2I1 / D എന്ന് എഴുതാം. D എന്ന് പറയുന്നത് ഈ കണ്ടക്ടറിൽ നിന്നും എത്ര അകലത്തിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ഈ D എടുത്തേക്കുന്നത്. ഇപ്പോൾ D അകലത്തിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ B1 is equal to μ0/4π 2I1/D. ഇപ്പോൾ B1 എന്നെടുത്തേക്കുന്നത് ഈ I1 കറണ്ട് ഒഴുകുന്ന കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ആണെന്ന് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ B1 ആയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഇക്വേഷൻ എന്തിന്റെ ഇക്വേഷൻ ആണെന്ന് മനസ്സിലായല്ലോ. സി എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ട് ആണ് I1. അതുകൊണ്ട് അതിന് ചുറ്റിനും ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ, ആ കണ്ടക്ടറിൽ നിന്നും ഡി അകലെയുള്ള പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ ആണ് ആംപിയർ സർക്യൂട്ടൽ തിയറത്തിൽ നമുക്ക് എഴുതാൻ കഴിയുന്നത്. B1 is equal to μ0/4π 2I1 / D. ഓക്കെ, ഇതിന്റെ ഡയറക്ഷൻ, ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഏത് റൂളാണ് നമുക്ക് നൽകുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ മാർക്ക് പറയാം. ആംപിയർ സർക്യൂട്ടൽ തിയറത്തിന്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നമ്മൾ റൂള് പഠിച്ചായിരുന്നല്ലോ. മാഗ്നറ്റിക് ഫീൽഡ് നിയർ എ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. ഏത് റൂളാണ്? എല്ലാവരും മറന്നുപോയോ? ഞാൻ ആദ്യമേ എല്ലാം പറഞ്ഞാണല്ലോ, അത് മറന്നുപോയി. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ. എന്താണ് റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ പറയുന്നത്? കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ നമ്മുടെ റൈറ്റ് ഹാൻഡിൽ പിടിക്കണം. കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ നമ്മുടെ റൈറ്റ് ഹാൻഡിൽ പിടിക്കുകയാണെങ്കിൽ ക്ലോസ്ഡ് ഫിംഗേഴ്സ് അല്ലെങ്കിൽ കേൾഡ് ഫിംഗേഴ്സിന്റെ ഡയറക്ഷനിലായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. അപ്പോൾ കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ റൈറ്റ് ഹാൻഡിൽ പിടിച്ചു കഴിഞ്ഞാൽ ക്ലോസ്ഡ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത്, കേൾഡ് ഫിംഗേഴ്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും അല്ലേ. ഇതായിരിക്കും മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. ഇങ്ങനെയായിരിക്കും. ഓക്കെ, അപ്പം ഈ ഡി എന്ന് പറയുന്ന പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അകത്തോട്ടായിരിക്കും, ഇൻവേർഡ് ആയിട്ടായിരിക്കും മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ. നമ്മൾ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇൻവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. Now, the conductor D having length L is perpendicular to the magnetic field. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇൻവേർഡ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് പഠിച്ചു. കണ്ടക്ടർ ഡി എന്ന് പറയുന്ന കണ്ടക്ടർ ഈ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇരിക്കുന്നത്. എൽ അതിന് പെർപെൻഡിക്കുലർ ആണ്. ഡി എന്ന് പറയുന്ന കണ്ടക്ടറിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചു. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ ഞാൻ F2 എന്നെടുക്കുകയാണ്. F2 is equal to I2L B1 എന്ന് എഴുതാം. അപ്പോൾ ഇവിടെ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് B1 ആണ്. അതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഡി എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറന്റ് I2 ആണ്, അതിന്റെ ലെങ്ത് L ആണ്. അവിടെ ആക്ട് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് B1 ആണ്. അതുകൊണ്ട് നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ, ഡി എന്ന് പറയുന്ന കണ്ടക്ടറിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ F2 is equal to I2L B1 എന്ന് എഴുതാം. ഓക്കെ, B1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. B1ന്റെ വാല്യൂ നമ്മൾ ഇപ്പോൾ എഴുതിയ B1ന്റെ വാല്യൂ ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെ എഴുതാം? I2L into μ0/4π 2I1 / D എന്ന് എഴുതാം. ഓക്കെ, അതാണ് F2ന്റെ ഇക്വേഷൻ. ഇനി ഇത്
ടോട്ടൽ ലെങ്ത് എൽ എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ്. അതാണ് ഞാൻ ക്യാപിറ്റൽ എഫ് ആയിട്ട് എടുത്തേക്കുന്നത്. ടോട്ടൽ ലെങ്തിൽ ആക്ട് ചെയ്യുന്നതാണ്. ഇനി യൂണിറ്റ് ലെങ്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? യൂണിറ്റ് ലെങ്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, യൂണിറ്റ് ലെങ്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി F2നെ L കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. F2നെ L കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? μ0/4π 2I1 I2 ഡിവൈഡ് ബൈ ഡി എന്ന് എഴുതാം. μ0/4π 2I1 I2 ഡിവൈഡ് ബൈ ഡി എന്ന് എഴുതാം. അപ്പോൾ യൂണിറ്റ് ലെങ്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ഞാൻ സ്മോൾ എഫ് ആയിട്ടും ടോട്ടൽ ലെങ്തിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ക്യാപിറ്റൽ എഫ് ആയിട്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. The force acting on unit length of the conductor D is F2 is equal to μ0/4π 2I1 I2 divided by D. ഇനി അതിൻ്റെ ഡയറക്ഷൻ ഒന്ന് പറയാമോ നിങ്ങൾക്ക്? അതിൻ്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഏത് റൂൾ ഉപയോഗിക്കണമെന്ന് നമ്മൾ പഠിച്ചത്? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് FBI ഉപയോഗിച്ച് നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമുക്ക് ഇവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ F2 എന്ന് പറയുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ട് കിട്ടുമെന്ന് നിങ്ങൾക്കൊന്ന് കണ്ടുപിടിക്കാമോ? മിഡിൽ ഫിംഗർ FBI അല്ലേ? FBI മാഗ്നറ്റിക് ഫീൽഡ്, 4 ഫിംഗർ ഡയറക്ഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ അകത്തോട്ടാണ്. ഓക്കെ, അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് എടുക്കുക, ലെഫ്റ്റ് ഹാൻഡിലെ 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷനിൽ വെക്കുക. ഇനി കറണ്ടിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ എല്ലിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് അപ്പ് സൈഡ് ആണ്, മുകളിലോട്ടാണ്. ഓക്കെ, അപ്പം മിഡിൽ ഫിംഗർ മുകളിലോട്ട് വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ തമ്പിന്റെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും. തമ്പിന്റെ ഡയറക്ഷൻ ഈ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും അല്ലേ? തമ്പിന്റെ ഡയറക്ഷൻ ലെഫ്റ്റ് സൈഡിലോട്ടായിരിക്കും. ഒന്ന് വെച്ച് നോക്കിക്കേ, കൈ വെച്ചൊന്ന് വെച്ച് നോക്കിക്കേ. തമ്പിന്റെ ഡയറക്ഷൻ ലെഫ്റ്റ് സൈഡിലോട്ടാണ്. അപ്പോൾ F2ന്റെ ഡയറക്ഷൻ ഈ ലെഫ്റ്റ് സൈഡിലോട്ടാണ് F2 ആക്ട് ചെയ്യുന്നത്. പിക്ചറിൽ അത് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കേസ് എടുക്കാം. അടുത്ത കേസ് എന്ന് പറയുന്നത് എന്താണ്? ഡി എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ I2 കറണ്ട് ഒഴുകുന്നുണ്ട്. അതുകൊണ്ട് അതിന് ചുറ്റിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ഡി എന്ന് പറയുന്ന കണ്ടക്ടറിൽ നിന്നും സ്മോൾ ഡി അകലത്തിലുള്ള പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ B2 ആയിട്ട് നമുക്ക് എഴുതാം. ആ B2ലാണ് എന്തിരിക്കുന്നത്? സി എന്ന് പറയുന്ന കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഇരിക്കുന്നത്. അതുകൊണ്ട് അതിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ ഇക്വേഷനും നമുക്ക് ഇതേ രീതിയിൽ തന്നെ കിട്ടും. അതിന്റെ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് തന്നെയായിരിക്കും കിട്ടുക. ഓക്കെ, സിമിലർലി ദ ഫോഴ്സ് ആക്ടിംഗ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദ കണ്ടക്ടർ C is F1 is equal to μ0/4π 2I1 I2 divided by D. ഇവിടെ നമുക്ക് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അപ്ലൈ ചെയ്തേ. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇവിടെ എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഡോട്ടാണ് കേട്ടോ, ഔട്ട്വേർഡ് ആണ്, വെളിയിലോട്ടാണ് ഡോട്ട്. അപ്പം 4 ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നൽകുക. മിഡിൽ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷൻ അപ്പ് സൈഡ്, മിഡിൽ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷൻ നൽകുക. ഓക്കെ, മിഡിൽ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷൻ നൽകുക. അപ്പോൾ തമ്പിന്റെ ഡയറക്ഷൻ അങ്ങോട്ട് വരും. തമ്പിന്റെ ഡയറക്ഷൻ റൈറ്റ് സൈഡിലോട്ട് കാണിക്കും. തമ്പിന്റെ ഡയറക്ഷൻ റൈറ്റിലോട്ട് കാണിക്കും. അപ്പം F1ന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ F2 ഇങ്ങോട്ടും F1 ഇങ്ങോട്ടും. ഷോൺ ഓക്കെ ആണോ? ഓക്കെ, അപ്പം F1ന്റെ ഡയറക്ഷൻ റൈറ്റ് സൈഡിലോട്ട്,
F2 ന്റെ ഡയറക്ഷൻ ലെഫ്റ്റ് സൈഡിലോട്ട്. Thus, the force F1 and F2 are equal in magnitude and opposite in direction. The force F1 and F2 are equal in magnitude, but their directions are opposite. So, these force pull the two conductors towards each other. These force will pull these conductors towards each other when the current flows in same direction. Current same direction flow ചെയ്യുകയാണെങ്കിൽ ഈ രണ്ട് കണ്ടക്ടർ തമ്മിൽ അടുക്കും. ഇനി hence we can conclude that two long parallel conductors carrying currents in the same direction attract each other. നമുക്ക് ഷോർട്ട് ആയിട്ട് ഇങ്ങനെ പറയാം, two long parallel conductors carrying currents in the same direction attract each other. കറണ്ട് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ അത് അട്രാക്ട് ചെയ്യും. അതേപോലെ തന്നെ കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അത് റിപ്പൽ ചെയ്യും. കാരണം ഒരെണ്ണത്തിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ ഒരെണ്ണത്തിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണെങ്കിൽ മറ്റേതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടായിരിക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയിരിക്കും. അപ്പോൾ സെയിം മാഗ്നറ്റ് ഉള്ളത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും, അപ്പോൾ റിപ്പൽ ചെയ്യും. അപ്പോൾ സെയിം ഡയറക്ഷൻ, കറണ്ട് സെയിം ഡയറക്ഷൻ ആണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഈ രണ്ട് കണ്ടക്ടർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സും, കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് ഫ്ലോ ചെയ്യുന്നതെങ്കിൽ ഇത് തമ്മിലൊരു റിപ്പൾസീവ് ഫോഴ്സും ആക്ട് ചെയ്യും. ഇതാണ് force between two parallel straight current carrying conductor. Force between two parallel straight current carrying conductor. ഇപ്പോൾ ഡയറക്ഷൻസ് ഒന്നും കൺഫ്യൂഷൻ ഉണ്ടാവരുത്. അത് ആ റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും. പെട്ടെന്ന് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. കൺസിഡർ ടു പാരലൽ wires C and D carrying currents I1 and I2 in the same direction. It is separated by a distance D. Now each conductor is in the magnetic field of other and it will experience a force. നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണ്? ആദ്യം എന്താ കണ്ടുപിടിക്കുന്നത്? C എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ I1 കറണ്ട് ഒഴുകുന്ന മൂലം അതിന്റെ നിയർ ബൈ പോയിന്റ് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ നമുക്ക് ആംപിയർ സർക്യൂട്ട് തിയറത്തിൽ നിന്ന് എഴുതാം. B1 is equal to μ0/4π2I1/d. ഈ മാഗ്നറ്റിക് ഫീൽഡിലാണ് എന്തിരിക്കുന്നത്? ഡി എന്ന് പറയുന്ന മറ്റൊരു കറന്റ് ക്യാരിങ് കണ്ടക്ടർ. അപ്പോൾ അതിൽ എന്ത് ആക്ട് ചെയ്യും? അതിലൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? F2 is equal to I2L/B1. B1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് നമുക്ക് എങ്ങനെ എഴുതാം? F2 is equal to F2 ഡിവൈഡ് ബൈ L ആണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി μ0/4π2I1I2/d. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ അനുസരിച്ച് ഈ ഫോഴ്സിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഇങ്ങോട്ടാണ്. സിമിലർ കേസ് നമുക്ക് എടുക്കാം. ഡി എന്ന് പറയുന്ന കണ്ടക്ടറിലൂടെ കറണ്ട് ഒഴുകുന്നു. അപ്പോൾ അതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡിലാണ് എന്തിരിക്കുന്നത്? സി എന്ന് പറയുന്ന കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഇരിക്കുന്നത്. അപ്പോൾ അതിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. അതിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് സെയിം തന്നെയാണ്. എന്നാൽ അതിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഡയറക്ഷനാണ്. അപ്പോൾ ഈ രണ്ട് ഫോഴ്സുകളും സെയിം മാഗ്നിറ്റ്യൂഡ് ആണ്, പക്ഷേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അത് തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായി, അല്ലേ? അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടായി. അപ്പം സെയിം ഡയറക്ഷൻ ആണ് കറണ്ട് ഒഴുകുന്നുണ്ടെങ്കിൽ ഈ രണ്ട് കണ്ടക്ടർ തമ്മിൽ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ടാവും. എന്നാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ ഇത് തമ്മിലൊരു റിപ്പൾസീവ് ഫോഴ്സും ഉണ്ടാവും. അപ്പം അത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ഇതിൽ നിന്നും നമുക്ക് ആംപിയറിനെ ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷനിൽ നിന്നും ആംപിയറിനെ ഡിഫൈൻ ചെയ്യണം. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ ഇക്വേഷൻ എന്താണ്? ദ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ബിറ്റ്വീൻ ടു പാരലൽ കറന്റ് ക്യാരിങ് കണ്ടക്ടർ ഈസ് ഗിവൺ ബൈ
F is equal to mu 0 by 4 pi 2 I1 I2 divided by D. നമ്മളൊരു കേസ് പറയുകയാണ് when I1 is equal to I2 is equal to 1 ampere. I1 ഉം I2 ഉം 1 ampere ആയിട്ട് എടുത്തു. ഡിസ്റ്റൻസ് രണ്ട് കണ്ടക്ടർ തമ്മിലുള്ള ഡിസ്റ്റൻസ് 1 മീറ്റർ ആയിട്ട് എടുത്തു. അപ്പോൾ രണ്ട് കണ്ടക്ടർ അത് തമ്മിലുള്ള അകലം 1 മീറ്റർ ആണ്. ഈ രണ്ടിലും ഒഴുകുന്നത് 1 ആംപിയർ കറണ്ട് വീതം ആണെന്ന് നമ്മൾ ഇമാജിൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഇത് 1 1 ആവും, മേലെ 2 ആവും, ഇത് താഴെ 1 ആവും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? mu 0 by 4 pi into 2 എന്ന് എഴുതാം. അല്ല എങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? 2 into 10 raised to minus 7 because mu 0 by 4 pi യുടെ വാല്യൂ 10 raised to minus 7 ആണ്. അതുകൊണ്ട് നമുക്ക് 2 into 10 raised to minus 7 ന്യൂട്ടൺ per meter എന്ന് എഴുതാം. ഇതിൽ നമുക്ക് ആംപിയറിനെ ഡിഫൈൻ ചെയ്യാൻ പോകണം. എങ്ങനെ ആംപിയറിനെ ഡിഫൈൻ ചെയ്യാം? ഹെൻസ് 1 ampere is that current which when flowing through two parallel infinitely long conductor separated by a distance of 1 meter in air or vacuum producing a force of 2 into 10 raised to minus 7 Newton per unit length of each conductor. എങ്ങനെയാണ് 1 ആംപിയറിനെ ഡിഫൈൻ ചെയ്തേക്കുന്നത്? 1 ആംപിയർ എന്ന് പറയുന്നത് എന്തുമാത്രം കറണ്ട് ആണ്? രണ്ട് പാരലൽ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ 1 മീറ്റർ അകലത്തിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അതിലൂടെ നമ്മൾ ഒരു കറണ്ടിനെ ഒഴുക്കുന്നു. അപ്പോൾ അത് തമ്മിലുള്ള ഫോഴ്സ് എന്ന് പറയുന്നത് 2 into 10 raised to minus 7 ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമുക്ക് പറയാം ആ രണ്ട് കണ്ടക്ടറുടെയും ഒഴുകുന്ന കറണ്ട് 1 ആംപിയർ വീതമാണെന്ന് നമുക്ക് പറയാം. Hence 1 ampere is that current which when flowing through two parallel infinitely long conductor separated by a distance of 1 meter in air or vacuum produces a force of 2 into 10 raised to minus 7 Newton per unit length of each conductor. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആംപിയറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ആർക്കെങ്കിലും സംശയമുണ്ടോ? പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഈ ക്വസ്റ്റ്യൻ എഴുതിക്കോളൂ. Two long and parallel straight wires carrying currents 2 ampere and 5 ampere in the opposite direction are separated by a distance of 1 centimeter. Find the nature and magnitude of magnetic force between them. നേച്ചർ കണ്ടുപിടിക്കാം അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നത്, അതുകൊണ്ട് അത് അട്രാക്റ്റീവ് ആയിരിക്കും, റിപ്പൾസീവ് ആയിരിക്കും? അത് റിപ്പൾസീവ് ആയിരിക്കും. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് കറണ്ട് ഒഴുകുന്നതെങ്കിൽ റിപ്പൾസീവ് ആണ്. സെയിം ഡയറക്ഷൻ ആണെങ്കിലാണ് അട്രാക്റ്റീവ് ആകുന്നത്. അപ്പോൾ അതിന്റെ നേച്ചർ റിപ്പൾസീവ് ആണ്. ഇനി അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാമല്ലോ. തന്നിരിക്കുന്ന ഡേറ്റ എന്തൊക്കെയാണ്? I1 തന്നിട്ടുണ്ട്, I2 തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. 1 സെന്റിമീറ്റർ ആണ്, അതിനെ മീറ്റർ ആക്കണം. രണ്ട് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ തമ്മിലുള്ള ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് നൽകിയിരിക്കുന്നത്. ഫോഴ്സിന്റെ ഇക്വേഷൻ അങ്ങനെ എഴുതാം. ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് mu 0 by 4 pi 2 I1 I2 divided by D. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എത്ര കിട്ടും? സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്.
എത്ര കിട്ടി? സിമ്പിൾ മൾട്ടിപ്ലിക്കേഷൻ ആണ്. നിയ കേൾക്കാൻ വയ്യല്ലോ നിയ. 2 into 10 raised to minus 4. Yes, correct. 20 into 10 raised to minus 5 അല്ലെങ്കിൽ 2 into 10 raised to minus 4 Newton per meter, and the nature of the force is repulsive. The nature of the force is repulsive. Why? Because the currents are flowing in opposite direction. So the force is repulsive in nature. Okay. Next question. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെയാണ്. A square loop of side 20 cm carrying a current of 1 ampere is kept near an infinitely long straight wire carrying a current of 2 ampere in the same plane at a distance of 10 cm from it. Calculate the magnitude and direction of the net force exerted on the loop due to the current carrying conductor. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കോപ്പി ചെയ്യാം. Okay. Question മനസ്സിലായോ? A square loop of side 20 cm carrying a current of 1 ampere. അപ്പോൾ ഒരു സ്ക്വയർ ലൂപ്പ് ഇവിടെ പിക്ചറിൽ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഒരു സ്ക്വയർ ലൂപ്പ്. അതിൻ്റെ സൈഡ് 20 സെൻറ്റിമീറ്റർ ആണ്. 20 സെൻറ്റിമീറ്റർ സ്ക്വയർ ലൂപ്പാണ്. 20 സെൻറ്റിമീറ്റർ. അതിലൂടെ എന്തുമാത്രം കറണ്ട് ഒഴുകുന്നു? 1 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. It is kept near an infinitely long straight wire carrying a current of 2 ampere. അപ്പോൾ ഒരു ലോങ് സ്ട്രെയിറ്റ് വയർ ആണിത്. അതിൽ 2 ആംപിയർ കറണ്ട് ഒഴുകുന്നുണ്ട്. അതിൻ്റെ നിയർ ബൈ പോയിന്റിലാണ്, അതിൻ്റെ സമീപത്താണ് എന്ത് വെച്ചിരിക്കുന്നത്? നമ്മുടെ ഈ സ്ക്വയർ ലൂപ്പ് വെച്ചിരിക്കുന്നത്. And it is placed in the same plane at a distance of 10 cm from it. അപ്പോൾ 10 സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഈ സ്ക്വയർ ലൂപ്പ് വെച്ചിരിക്കുന്നത്. പിക്ചറിൽ കാണിച്ചിട്ടുണ്ട് 10 സെൻറ്റിമീറ്റർ. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ദി നെറ്റ് ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദി ലൂപ്പ് ഡ്യൂ ടു ദി കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. അപ്പോൾ ഇതൊരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടറാണ്. ആ കറന്റ് ക്യാരിയിങ് കണ്ടക്ടറിൽ ഉള്ളത് കാരണം അതിന് ചുറ്റിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു മാഗ്നറ്റിക് ഫീൽഡാണ് മറ്റൊരു കറന്റ് ക്യാരിയിങ് സ്ക്വയർ ലൂപ്പ് നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ഓരോ ആമിലും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സിൻ്റെ എല്ലാം ഇവിടെ നെറ്റ് ഫോഴ്സ് എത്രയാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റ എഴുതാം.
പിക്ചർ ഒന്നുകൂടെ ഒന്ന് വരയ്ക്കാം. തന്നിരിക്കുന്ന ഡാറ്റ കറന്റ് ഫ്ലോയിങ് ത്രൂ ദ വയർ, കറന്റ് ഫ്ലോയിങ് ത്രൂ ദി വയർ I1 ആയിട്ട് എടുക്കുകയാണ്. അത് എത്രയാ? 2 ആംപിയർ. കറന്റ് ഫ്ലോയിങ് ത്രൂ ദ ലൂപ്പിലൂടെ ഒഴുകുന്ന കറന്റ് I2 ആയിട്ട് എടുക്കുകയാണ്. അത് 1 ആംപിയർ ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൂപ്പ് ആൻഡ് ദ വയർ എത്രയാണ്? ദാറ്റ് ഈസ് 10 സെന്റിമീറ്റർ. ലൂപ്പിന്റെ സൈഡ് സ്ക്വയർ ലൂപ്പാണ്, അതിന്റെ സൈഡ് എത്രയാണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു 20 സെന്റിമീറ്റർ. ഇത് മീറ്ററിലോട്ട് മാറ്റണം. 10 × 10⁻², ഇത് 20 × 10⁻². പിക്ചർ ഒന്ന് മോഡിഫൈ ചെയ്ത് വരയ്ക്കാം. പിന്നീട് ഈ സ്ക്വയർ ലൂപ്പിന് പേര് കൊടുക്കാം. ABCD എന്ന് പറയുന്ന പേര് കൊടുക്കാം. ഓക്കെ, ഇവിടെ രണ്ട് പെർപെൻഡിക്കുലർ സൈഡ്സ് ഞാൻ എടുക്കുകയാണ്. ഏതൊക്കെയാ പെർപെൻഡിക്കുലർ സൈഡ്സ്? BC എന്ന് പറയുന്ന ഈ സൈഡും DA എന്ന് പറയുന്ന ഈ സൈഡും, ഈ രണ്ട് സൈഡ് പെർപെൻഡിക്കുലർ സൈഡ്. ഈ രണ്ട് പെർപെൻഡിക്കുലർ സൈഡിലും BC എന്ന് പറയുന്ന സൈഡിലും DA എന്ന് പറയുന്ന സൈഡിലും ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, സെയിം മാഗ്നറ്റ് ഉള്ള ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത് കാരണം അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. അത് ഞാനിവിടെ ഒരു സെന്റൻസിൽ പറയുന്നതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാവും. അതായത് ജസ്റ്റ് പെട്ടെന്നൊന്ന് പറയാം. ഈ കണ്ടക്ടറിലൂടെ കറണ്ട് ഈ ഡയറക്ഷനിൽ ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ ഈ പോർഷൻസിൽ, ഈ ലൂപ്പ് ഇരിക്കുന്ന പോർഷൻസിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ആക്ട് ചെയ്യും. ആ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും. റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ ഉപയോഗിച്ച് ഇവിടെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ഇൻവേർഡ് ആയിട്ടായിരിക്കും ആക്ട് ചെയ്യുക. ഓക്കെ, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഇൻവേർഡ് ആണ്. ഇനി ഈ കണ്ടക്ടറിലെ ഈ പോർഷനിലും ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് എടുക്കാം. ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ BC എന്ന് പറയുന്ന ലെങ്തിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ നമുക്ക് എങ്ങനെ എടുക്കാം? ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് FBI എന്ന് പറയുന്ന സീരീസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ 4 ഫിംഗറിന്റെ ഡയറക്ഷൻ, അതായത് അകത്തോട്ട്. ഇവിടെ കറണ്ടിന്റെ ഡയറക്ഷൻ, ഇവിടെ എങ്ങനെയാണ് കറണ്ട് ഡയറക്ഷൻ? ഈ ഡയറക്ഷൻ ആണ് ഒഴുകുന്നത് അല്ലേ? അപ്പോൾ മിഡിൽ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷൻ. അപ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ അങ്ങോട്ട് വരും, ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരും. സിമിലർലി AD എന്ന് പറയുന്ന ഈ ലെഗിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ട് വരും. ഈ കണ്ടക്ടറിൽ നിന്നും ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റ് ഒരു ഫോഴ്സ് ഉണ്ടാകുന്നുണ്ട്, അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. സെയിം ലെങ്തിലാണ് ഈ പോയിന്റ് എടുക്കുകയാണെങ്കിൽ, ഇതിൽ നിന്ന് സെയിം ഡിസ്റ്റൻസ് ആണ് ഈ പോയിന്റ്, അതിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. അപ്പോൾ സെയിം മാഗ്നറ്റ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അപ്പോൾ ഇത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയി. ഇവിടെ എടുക്കുകയാണെങ്കിലോ, ഇവിടെ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും, ഇവിടെ ഫോഴ്സ് ഇങ്ങോട്ടായിരിക്കും, അത് ക്യാൻസൽ ഔട്ട് ചെയ്ത്. അങ്ങനെ BC എന്ന് പറയുന്ന ലെങ്തും DA എന്ന് പറയുന്ന ലെങ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫോഴ്സ് കിട്ടുന്നുണ്ട്. സെയിം മാഗ്നറ്റ് ഉള്ള ഫോഴ്സ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് അത് ക്യാൻസൽ ഔട്ട് ചെയ്ത് പോകും. അതുകൊണ്ട് ഈ രണ്ട് സൈഡും നമുക്ക് കളയാം. അതാണ് ഇവിടെ ഒരൊറ്റ സെന്റൻസിൽ പറഞ്ഞിരിക്കുന്നത്. ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ലോങ് വയർ
on two perpendicular sides BC and DA of the loop are opposite in direction due to symmetry and hence cancel out. ഓക്കെ, അപ്പോൾ അത് ക്യാൻസൽ ആയി പോയി. ഇനിയുള്ളത് ബാക്കിയുള്ള രണ്ട് സൈഡാണ്. എ ബി എന്ന് പറയുന്ന സൈഡും സി ഡി എന്ന് പറയുന്ന സൈഡുമാണ് നിൽക്കുന്നത്. നമുക്ക് ആദ്യം എ ബി എന്ന് പറയുന്ന സൈഡ് എടുക്കാം. എ ബി എന്ന് പറയുന്ന സൈഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാം. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ? ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ഓഫ് ദി കണ്ടക്ടറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചതാണ്. ഇത് പാരലൽ അല്ലേ? ഇത് ഒരു വയർ, ഇതൊരു അനദർ കറന്റ് ക്യാരിയിങ് വയർ, പാരലൽ വയേഴ്സ് ആണ്. അപ്പോൾ ഇത് തമ്മിൽ ഒരു ഫോഴ്സ് ആക്റ്റീവ് എന്ന് പഠിച്ചു. ആ ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചു. ദാറ്റ് ഈസ് F = μ0/4π 2I1I2 ഡിവൈഡ് ബൈ ഡി എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പം എ ബി എന്ന് പറയുന്ന സൈഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് നമുക്ക് എങ്ങനെ എഴുതാം? μ0/4π 2I1. I1 എന്ന് പറയുന്നത് ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് ആണ്, ഇതിലൂടെ ഒഴുകുന്ന കറണ്ട് I2 ആണ്. I2 ഡിവൈഡ് ബൈ ഡി. ഡി എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, അതായത് 10 സെന്റിമീറ്റർ ഇൻറ്റു ലെങ്ത് ഓഫ് എ ബി. ലെങ്ത് ഓഫ് എ ബി എന്ന് പറയുന്നത് ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്തിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചത്. അപ്പോൾ ടോട്ടൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത്. ടോട്ടൽ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്തിനെ ടോട്ടൽ ലെങ്ത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ടോട്ടൽ ലെങ്ത് എത്രയാണ്? എ ബി എന്ന് പറയുന്ന ലെങ്ത് ആണ്. അത് എത്രയാണ്? 20 സെന്റിമീറ്റർ ആണെന്ന് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. അപ്പം ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സൈഡ് എ ബി ഈസ് FAB is equal to μ0/4π 2I1I2 divided by D into length of AB. Value substitute ചെയ്യാം. μ0/4π 2 into I1. I1 എന്ന് പറയുന്നത് 2 ആംപിയർ ആണ്. I2 എന്ന് പറയുന്നത് ഈ ലൂപ്പിലൂടെ ഒഴുകുന്ന കറണ്ട് ആണ്, 1 ആംപിയർ ആണ്. ഇത് നമ്മളുടെ ഡിസ്റ്റൻസ് 10 സെന്റിമീറ്റർ ആണ്, അതുകൊണ്ട് 0.1 മീറ്റർ എന്ന് എഴുതാം. ഇൻറ്റു ലെങ്ത് ഓഫ് എ ബി. ലെങ്ത് ഓഫ് എ ബി എത്രയാണ്? ലെങ്ത് ഓഫ് എ ബി എന്ന് പറയുന്നത് 20 സെന്റിമീറ്റർ ആണ്, അതായത് 0.2 മീറ്റർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 8 × 10⁻⁻7 ന്യൂട്ടൺ കിട്ടും. 8 × 10⁻⁻7. ഇത് അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആണ്. കാരണം എന്താ? ഈ കണ്ടക്ടറിലൂടെ ഒഴുകുന്ന കറണ്ടിന്റെ ഡയറക്ഷൻ ഇതാണ്. സെയിം ഡയറക്ഷനിൽ തന്നെയാണ് എ ബി എന്ന് പറയുന്ന ലെങ്തിലൂടെ കറണ്ട് ഒഴുകുന്നത്. അതുകൊണ്ട് അത് അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആണ്. അപ്പം ഈ സൈഡിനെ ഇങ്ങോട്ട് അട്രാക്ട് ചെയ്യും. സിമിലർ കേസ് നമുക്ക് സി ഡി എന്ന് പറയുന്ന സൈഡ് എടുക്കാം. സി ഡി എന്ന് പറയുന്ന സൈഡും XY എന്ന് പറയുന്ന ഈ കണ്ടക്ടറിന് പാരലൽ ആണ്. പക്ഷെ കറണ്ടിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് അവിടെ ഒരു റിപ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുക. നമുക്ക് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. അതിന്റെ വാല്യൂ സെയിം ആയിരിക്കില്ല, കാരണം ഡിസ്റ്റൻസ് ഡിഫറെൻ്റ് ആണ്. 10 സെന്റിമീറ്റർ അല്ല, ഇതാണ് 10 സെന്റിമീറ്റർ. ഇതിപ്പോൾ ഇത്രയും ഡിസ്റ്റൻസ് ഉണ്ട്, അതായത് 20 സെന്റിമീറ്റർ പ്ലസ് 10 സെന്റിമീറ്റർ 30 സെന്റിമീറ്റർ ടോട്ടൽ ലെങ്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെയിം അല്ല, മാഗ്നിറ്റ്യൂഡ് സെയിം അല്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. μ0/4π 2I1I2ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡി ആണ് വ്യത്യാസം. ഡി 0.3 ആണ്, അതായത് 30 സെന്റിമീറ്റർ ആണ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2.66 × 10⁻⁻7 ന്യൂട്ടൺ. ഇത് റിപ്പൾസീവ് ഇൻ നേച്ചർ ആണ്, കാരണം കറണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് അത് റിപ്പൾസീവ് നേച്ചറിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. നമുക്ക് അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം? നെറ്റ് ഫോഴ്സ്, ഒരു ഫോഴ്സ് മുകളിലോട്ടും ഒരു ഫോഴ്സ് താഴേക്കുമാണ് ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഒരു ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്, ഒരു ഫോഴ്സ് ഇങ്ങോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നെറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇത് നമ്മൾ ഡിഫറൻസ് എടുക്കണം. രണ്ടും വെക്ടേഴ്സ് ആണ്, അതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് കാണാൻ വേണ്ടി ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും ഡിഫറൻസ് കണ്ടുപിടിക്കുക, വലുതിൻ്റെ ഡയറക്ഷൻ കൊടുത്താൽ മതി. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്ര കിട്ടും? 5.33 × 10⁻⁻7 ന്യൂട്ടൺ എന്ന് കിട്ടും. ഡയറക്ഷൻ ഏതിൻ്റെ എടുക്കും? വലുതിൻ്റെ ഡയറക്ഷൻ എടുക്കുക. ഈ ഫോഴ്സ് ആണ് വലിയ ഫോഴ്സ്, അതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷൻ കൊടുക്കുക. അതായത് ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ടുവേർഡ്സ് XY. ഇറ്റ് ഈസ് അട്രാക്റ്റീവ് ടുവേർഡ്സ് ദ കണ്ടക്ടർ XY.
അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇതേ പാറ്റേണിൽ 2020 ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്, അതാണിത്, നോട്ട് ചെയ്യുക. A square-shaped conductor, a square-shaped current-carrying loop MNOP is placed near a straight, long current-carrying wire AB as shown in the figure. The wire and the loop lie in the same plane. If the loop experiences a net force F towards the wire, find the magnitude of force on the sides NO of the loop. A square-shaped current-carrying loop MNOP. ഉണ്ടല്ലോ, MNOP എന്ന് പറയുന്ന ഒരു സ്ക്വയർ ലൂപ്പ്. It is placed near a straight long current carrying wire AB. ഇതാണ് AB എന്ന് പറയുന്ന current carrying wire. അതിലൂടെ I1 current ഒഴുകുന്നുണ്ട്. The wire and the loop lie in the same plane. ഒരേ പ്ലെയിനിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. The loop experiences a net force F towards the wire. Net force, ഇതിൽ ആക്ട് ചെയ്യുന്ന net force F ആണ്. അത് ലൂപ്പിൽ ആക്ട് ചെയ്യുന്ന net force F ആണ്. And it is directed towards the wire. Find the magnitude of force on the side NO. NO എന്ന് പറയുന്ന സൈഡ് ഇതാണ്. ഈ സൈഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് MP എന്ന് പറയുന്ന സൈഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ടോട്ടൽ ഫോഴ്സ് ആണ് എഴുതുന്നത്. ടോട്ടൽ ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? μ0/4π 2I1 I2 ഡിവൈഡ് ബൈ L. L എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ് L ഇൻറ്റു ടോട്ടൽ ലെങ്ത്. ടോട്ടൽ ലെങ്തും L ആയിട്ടാണ് വരുന്നത് അല്ലേ? ടോട്ടൽ ലെങ്തും L ആണ്. അപ്പം ഇൻറ്റു L. അപ്പോൾ ഈ എല്ലാം ക്യാൻസൽ ചെയ്തിട്ട് ഇതും ബാക്കി നമുക്ക് μ0/4π 2I1 I2 എന്ന് എഴുതാം. അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടായിരിക്കും. അതിൻ്റെ ഡയറക്ഷൻ ഇവിടെ ഡയറക്ഷൻ, കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. സെയിം ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് അട്രാക്റ്റീവ് ഇൻ നേച്ചർ ആണ്. അതുകൊണ്ട് ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. F1 എന്ന് പറയുന്ന ഫോഴ്സിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. സിമിലർലി നമുക്ക് NO എന്ന് പറയുന്ന സൈഡിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ എഴുതാം. F2 = μ0/4π 2I1 I2 ഡിവൈഡ് ബൈ 2L എന്ന് എഴുതണം. ഡിസ്റ്റൻസ് എത്രയാണ്? ഈ ലെങ്ത് L, ഈ ലെങ്ത് L. അപ്പോൾ 2L ആണ് ടോട്ടൽ ലെങ്ത് ഇൻറ്റു L. L എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത്. L ഇൻറ്റു L. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. ഈ L ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും, ഈ 2ഉം 2ഉം ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവും. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. μ0/4π I1 I2. അതിൻ്റെ ഡയറക്ഷൻ അങ്ങോട്ടാണ്. ഇതിലൂടെ എഴുതുന്ന കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, ഇതിൻ്റെ കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. അതുകൊണ്ട് റിപ്പൾസീവ് ഇൻ നേച്ചർ ആണ്. അതുകൊണ്ട് ഡയറക്ഷൻ. അപ്പം ആക്ച്വലി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഫോഴ്സ് ആക്ടിങ് ഓൺ ദ സൈഡ് NO ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതി. എന്നാൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആവുമ്പോൾ ഒരു പക്ഷേ ഈ എഫിൻ്റെ ടേമിൽ അവർ എക്സ്പ്രസ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് നെറ്റ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ F1ഉം F2ഉം തമ്മിലുള്ള ഡിഫറൻസ് ആണ് F എന്ന് പറയുന്നത്. കാരണം F1 ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, F2 ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നു. അതുകൊണ്ട് നെറ്റ് ഫോഴ്സ് F എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? F = μ0/4π 2I1 I2 മൈനസ് μ0/4π I1 I2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് F എന്ന് പറയുന്നത് μ0/4π I1 I2 എന്ന് കിട്ടും. അപ്പം F2നെ F1ന്റെ ടേമിൽ എഴുതാൻ പറഞ്ഞാൽ എന്ത് കിട്ടും? F2ന്റെ വാല്യൂ എന്താ? F2ന്റെ വാല്യൂ തന്നെയാണ് നമുക്ക് നെറ്റ് F ആയിട്ട് നമുക്ക് ഈ കേസിൽ കിട്ടിയേക്കുന്നത്. അതുകൊണ്ട് F2 എന്ന് പറയുന്നത് Fന് ഈക്വൽ ആണ്. F2 എന്ന് പറയുന്നത് Fന് ഈക്വൽ ആണ്. അപ്പം Fന്റെ ടേമിൽ എഴുതാൻ പറഞ്ഞാൽ മാത്രം ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. അല്ല എങ്കിൽ നമുക്ക് ഒറ്റ സ്റ്റെപ്പിൽ ഇത് നിർത്താവുന്നതേ ഉള്ളൂ. ഈ ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ആൻസർ നമുക്ക് ഈസി ആയിട്ട് എഴുതാമെന്ന് മാത്രം.
ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് അത്രയും മതി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ശരി, ബൈ.